അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇന്ന് മദ്രസയിൽ നടന്ന 1-ാം ക്ലാസ്സുകാരുടെ എഴുത്തു പരീക്ഷയുടെ പരീക്ഷാ പേപ്പറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം, പദങ്ങൾ ചിത്രങ്ങളുമായി യോജിപ്പിച്ചു അവയുടെ പേരുകൾ എഴുതാം. ഇവിടെ പദങ്ങൾ കൊടുത്തിട്ടുണ്ട്: ബൈത്തുൻ, കബിതുൻ, ലബിനുൻ, നബുത്തുൻ, തംറുൻ. ഈ പദങ്ങളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ പേരുകൾ ഇപ്പുറത്ത് എഴുതുക. ആദ്യം ബൈത്തുൻ. ബൈത്തുൻ എന്ന് പറഞ്ഞാൽ വീട്. അപ്പോൾ ബൈത്തുൻ എന്നുള്ളതിൻ്റെ നേരെ വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ നേരെ ബൈത്തുൻ എന്ന് എഴുതി കൊടുക്കുക. അതുപോലെ കബിതുൻ എന്ന് പറഞ്ഞാൽ കരൾ. കരളിൻ്റെ നേരെ വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ആ ചിത്രത്തിൻ്റെ നേരെ കബിതുൻ എഴുതി കൊടുക്കുക. അതുപോലെ ലബിനുൻ, നബുത്തുൻ, തംറുൻ ഇവയുടെയൊക്കെ ചിത്രങ്ങളുടെ നേരെ വരയ്ക്കുക. അതിന് ശേഷം അവയുടെ പേര് ആ ചിത്രത്തിൻ്റെ നേരെ എഴുതി കൊടുക്കുക. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. അടുത്ത ചോദ്യം, പദങ്ങൾ ചേർത്ത് എഴുതാം. ഇവിടെ ഓരോ അക്ഷരങ്ങളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇത്ബുൻ എന്ന പദം, ആ പദം ഓരോ അക്ഷരങ്ങളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് ഇപ്പുറത്തെ കള്ളിയിൽ ചേർത്ത് എഴുതിയിട്ടുണ്ട്. ഇതുപോലെ തിബ്നുൻ, തിബ്നുൻ അങ്ങനെ ഓരോ അക്ഷരങ്ങളായി കൊടുത്തിട്ടുള്ളത്. അത് ഇപ്പുറത്തെ കള്ളിയിലേക്ക് ചേർത്ത് എഴുതുക. ദൽവുൻ ഇവിടെ ചേർത്ത് എഴുതുക. ഇങ്ങനെയാണ് എഴുതേണ്ടത്. മൂന്നാമത്തെ ചോദ്യം, നിറം നൽകാം. ഇവിടെ ന, മി എന്നീ 2 അക്ഷരങ്ങളെ കൊടുത്തിട്ടുള്ളത്. ഈ അക്ഷരങ്ങൾക്ക് വൃത്തിയായിട്ട് നിറം നൽകുക. നിറം നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അക്ഷരത്തിൻ്റെ പുറത്തേക്ക് ഒരിക്കലും കളറ് പോവാത്ത രീതിയിൽ, നിറം പോവാത്ത രീതിയിൽ നിറം നൽകേണ്ടതാണ്. അതുപോലെ തന്നെ അടുത്ത ചോദ്യം, താഴെ കാണിച്ച ഉദാഹരണങ്ങളിലെ കാഫിന് റൗണ്ട് ചെയ്യാം. ഇവിടെ കുറേ ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ ഉദാഹരണങ്ങൾ വായിച്ചിട്ട് കാഫിന് കൃത്യമായി റൗണ്ട് ചെയ്യുക. കുട്ടികളെ കൊണ്ട് വായിപ്പിക്കുക. അതിന് ശേഷം അതിലെ കാഫിന് റൗണ്ട് ചെയ്യാം. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. 3 രീതിയിലുള്ള ചോദ്യങ്ങളാണ് എഴുത്ത് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളത്. 1, ചിത്രങ്ങൾ കൊടുത്ത് അവയുടെ പേരുകൾ, ആ ചിത്രങ്ങൾ ഏത് പദത്തിൻ്റെ ചിത്രമാണ് എന്ന് രേഖപ്പെടുത്തി അവയുടെ പേരുകൾ ഇപ്പുറത്ത് എഴുതാനാണ്. രണ്ടാമത്തത്, ഓരോ അക്ഷരങ്ങൾ കൊടുത്ത് ആ പദം ചേർത്ത് എഴുതാനാണ്. ഒരു പദത്തിലെ അക്ഷരങ്ങൾ കൊടുത്തിട്ട് ആ പദം ഇപ്പുറത്തേക്ക് ചേർത്ത് എഴുതാനാണ്. അതുപോലെ തന്നെ നിറം നൽകാൻ, അതുപോലെ താഴെ കാണിച്ച ഉദാഹരണങ്ങളിൽ കാഫിന് റൗണ്ട് ചെയ്യാൻ. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. അസ്സലാമു അലൈക്കും.